പെരിയ കേസിലെ കോടതി വിധിയിൽ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്ത്. കോടതി വിധി വിശദമായി പഠിച്ചതിനു ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. CBI നേതാക്കളെ പ്രതി ചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രതികരിച്ചപ്പോൾ ഗൂഢാലോചനയിൽ കൂടുതൽ നേതാക്കളുണ്ടെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആരോപിച്ചു. കുടുംബവും കോൺഗ്രസും പാർട്ടിയും നടത്തിയ പോരാട്ടത്തിന് ധാർമ്മിക വിജയമാണ് വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. പെരിയ കേസിൽ നിരപരാധികളെ പ്രതികളാക്കിയിട്ടുണ്ടെന്നും കോടതി ഉത്തരവ് വിശദമായി പഠിച്ചതിനു ശേഷം നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. കേസ് തേച്ചുമാച്ചു കളയാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടന്നെന്നും അത്തരം ഇടപെടലുകൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അതേസമയം CBI നേതാക്കളെ പ്രതി ചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വ്യക്തമാക്കി. വരട്ടെ, അത് വിശദമായി പഠിച്ചതിന് ശേഷം ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, പാർട്ടി അപ്പീൽ പോകും. പെരിയ വിധി കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധിയെന്നും ഒഴിവാക്കപ്പെട്ടവർക്കെതിരെ നിയമപോരാട്ടം തുടരുമെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ നേതാക്കളുണ്ടെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ ആരോപിച്ചു. ബാക്കി ഇതിനകത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ നമ്മൾ കോടതിയിലേക്ക് പോവുകയാണ്. കോടതി വിധി കുടുംബവും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിന്റെ ധാർമ്മിക വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമായി ഞങ്ങൾ കാണും. വിധിയെ UDF സ്വാഗതം ചെയ്യുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ചില പ്രതികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി വെറുതെ വിടാനായ സാഹചര്യം CBI പരിശോധിക്കണമെന്ന് VM സുധീരനും പ്രതികരിച്ചു. CPIM പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ടതിന്റെ തെളിവാണ് വിധിയെന്ന് ദില്ലിയിൽ പ്രതികരിച്ച ഷാഫി പറമ്പിലമ്പി പറഞ്ഞു. CPIM ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.